ഓണനിലാവിനോ ചന്തം, എന്റെ പ്രണയശരിക്കോ ചന്തം. നിനക്ക് എന്താ സൂക്കേട്? നീ ഇങ്ങനെ 24 മണിക്കൂർ ഇവളുടെ കണ്ണി നോക്കി നിന്ന് എങ്ങനെയാടാ? ഒന്നെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുക്കണം, അല്ലെങ്കിൽ പോയിരുന്ന് വല്ല പഠിക്കാൻ നോക്ക്. ഓണമായിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? മഹാബലി തമ്പുരാൻ ദ ഗ്രേറ്റ്. നീ നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല. പക്ഷെ ഞാൻ കാണുന്നുണ്ട്. അസൂയ അസൂയ. താൻ വാ, ബാക്കി കവിത ഞാൻ അകത്ത് പോയി പഠിത്തരാം. വാ 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 വാ, വേഗം വാ. എന്റെ പാട്ട് കേട്ട് താൻ ഞെട്ടും. ഇവിടെ മനുഷ്യന് മനസ്സമാനം തരില്ല. എന്റെ ഈ മുറിയില് അതൊക്കെ പറയാൻ പോവാ. തനിക്കിത് എന്തിന്റെ സൂക്കേടാ? ഇതൊരു പ്രത്യേകതരം സൂക്കേടാണ്, ഓണം സ്പെഷ്യൽ. കഷ്ടം തന്നെ. താനേ എന്റെ കവിത കേൾക്കും. ഈ വീട്ടിലെല്ലാവർക്കും ഇത് എന്തു പറ്റി? ഒരു ഡാൻസ് ഇപ്പൊ കഴിഞ്ഞതുള്ളൂ, ഇപ്പതേ കവിതയും കൊണ്ടുവന്നേക്കുന്നു. മിക്കവാറും ഞാനിവിടെ നിന്ന് വേദി കളിക്കും. പൊന്നോണ പൂവിനോ ചന്തം, എന്റെ പുന്നാര പൂവിനോ ചന്തം. ചെന്താമര മിഴിയാളെ, നീ എന്റെ മന്ദാരത്തോപ്പിൽ വിരുന്നുവായോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കളാവോ? സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം. പക്ഷേ ഇതേതോ പഴയൊരു സിനിമ പാട്ട് അടിച്ചു മാറ്റിയതല്ലേ? അല്ലല്ല, സത്യമായിട്ടല്ല, ഞാൻ ഇപ്പൊ എഴുതിയതാ. എഴുതിയോ? എവിടെ? എന്റെ മനസ്സിൽ. പണ്ടേക്ക് പണ്ടേ ഈ മുഖം. ഈശ്വര, ഇനി ഇവരുടെ ഡാൻസും കൂടി ഞാൻ സഹിക്കേണ്ടി വരുമോ? എന്റെ ഒരു വിധി. ആദികുട്ടാ, ആദികുട്ടാ. അയ്യോ മുത്തശ്ശി, ഇവനിത് അങ്ങോട്ട് പോയി. നമ്മൾ ഒരുമിച്ച് കാണണ്ട. കണ്ടാലെന്താ? അല്ല, ഈ മുറിയില് അത് വേണ്ട അത് വേണ്ട. ചേച്ചേ, ഒരു കാര്യം ചെയ്യും, ആ കട്ടനെ പുറകെ വിളിച്ചോ. ഞാനിതിപ്പോ ഡീലേറ്റ് വരാം. എന്താ മുത്തശ്ശി? നീ എന്താടാ ഇവിടെ നിന്ന് ചുറ്റി കളിക്കുന്നേ? ഇനി വന്ന ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ. അയ്യോ മുത്തശ്ശി, വിട്, ഞാൻ വന്നോളാം. നീ ഒന്നും പറയണ്ട. നീ വന്നേ ആ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അത് മുത്തശ്ശി ടേസ്റ്റ് ചെയ്താ പോരെ? പോരാ പോരാ, നിന്റെ മനസ്സാണ് എനിക്കറിയണ്ടേ. നിന്നെ മാത്രം എനിക്ക് വിശ്വാസമുള്ളൂ. ബാബാ, ഇങ്ങോട്ട് വാന്നേ, വാടാ വാ. മുത്തശ്ശി വാ ഇങ്ങോട്ട്. വരുക. കൊല്ലു കൊല്ലു. ആമി, എന്താ ആമി? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? എന്താ എവിടെ? ദത്തന്റെ എവിടെ പോയതാ? ഞാൻ പിന്നെ വാഴയില മുറിക്കാൻ. അതിന് വാഴയില വടക്കേ പറമ്പിലല്ലേ? അതെ, വടക്കേ പറമ്പില. പിന്നെന്തിനാ അങ്ങോട്ട് പോയത്? എടി, അത് അവിടെ നോക്കിയാലും വാഴ കാണാമല്ലോ. എന്തിനാ അവിടെ പോയി നോക്കുന്നേ? എന്റെ ഒരു കാര്യം എടി ആമി, എടി, അതായത് ഈ ലോങ് സൈറ്റ് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതിനു വേണ്ടി. ഈയിടെയായിട്ട് ആർക്കും മനസ്സിലാവാത്ത കുറെ സുഖങ്ങൾ ദത്തേട്ടനുണ്ട്. ഓ, പിന്നെ ഒരു തമാശക്കാരി വന്നിരിക്കുന്നു. പോ അവിടുന്ന്. അയ്യോ അയ്യോ, ഒന്ന് നിന്നെ. പെട്ടു. ഇനി എന്ത് പറഞ്ഞു? എന്താ മീ? ദത്തേട്ടൻ കുടിച്ചിട്ടുണ്ടോ? എന്നാ ഊതിക്കേ. ഊത്. എന്താ മണമുണ്ടോ?
മണയില്ലാത്ത വല്ലതാണോ കുടിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, ഇവളെ കൊണ്ട് തോറ്റല്ലോ. പിന്നെന്താ ആകെ ഒരു ചുറ്റിക്കളി. എന്ത് ചുറ്റിക്കളി? ഇവളുടെ ഒരു കാര്യം ഇവിടെ ഒരൊറ്റ അടിയും വെച്ചോണ്ടല്ലോ. ദത്തേട്ടാ, ഓഹോ. എന്താ അമ്മി? എന്തോ ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. എന്ത് ചുറ്റിക്കളി? ഒന്നുമില്ല അമ്മി. നീ എന്താ അമ്മി ഇങ്ങനെ? നിന്റെ ദത്തേട്ട ഒരു പാവല്ലേ, അതിന്റെ ചെത്തക്ക് അറിയാവുന്നല്ലേ. പിന്നെന്താ? സോപ്പൊന്നും വേണ്ട, ചെല്ല് ചെല്ല്. ഈ സോപ്പൊന്നും അല്ല. ഞാൻ പിടിച്ചോളാം. പോട്ടെ. എന്തായിരിക്കും? ഇവിടെ ആരുമില്ല. സുജാതയോ? സുജാതെ, ഒന്ന് ഇറങ്ങി വാ ഇങ്ങോട്ട്. അതെ, അവന്മാരെ പൊക്കി അകത്താക്കി. ഇനി ധൈര്യമായിട്ട് പോകാം. വേഗം വാ, ഞാൻ പുറത്തുണ്ടാക്കാം. അയ്യോ, എന്താ? അയ്യോ, കൊച്ചൊച്ചെന്നെ അപമാനിക്കരുത്. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്റെ പൊന്നുമോളെ, നടന്നേക്കാൻ വിശദമായിട്ട് പറയാം. ഒരു കാരണവശാലും നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, പ്ലീസ്. അമ്മയാണ് എനിക്ക് എപ്പോഴും ഞങ്ങളുടെ കുഞ്ഞാണ് ഞാൻ പറയുന്നത് മുഴുവൻ സത്യം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് ആരും കാണാതെ സുജാത ഇവിടുന്ന് പുറത്തിറക്കണം. അതിന് പൂജമോൾ എന്നെ ഒന്ന് സഹായിക്കണം. ഈ സഹായം ഞാൻ ജന്മത്തിൽ മറക്കൂല. പ്ലീസ്. ഗതികെട്ടൊരു പോലീസുകാരന്റെ അവസാന അഭ്യർത്ഥനയാ, ഞങ്ങളെ രക്ഷിക്കണം പ്ലീസ്. ദത്തേട്ടൻ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഇവിടെ നടന്നൊന്നും ആ വൃത്തികെട്ടവൻ അറിയരുത്, എന്റെ അളിയൻ. വെറുതെ എന്തിനാ അവനൊരു സംശയം ഉണ്ടാക്കി കൊടുക്കുന്നേ? ഞാൻ പറയില്ല. എന്നാ വേഗം പൂജമോള് എന്താന്ന് വെച്ചാ ആലോചിച്ച് ചെയ്. ഐഡി കിട്ടിയോ? വാ വാ. നീ ആരെ വിളിച്ചായിരുന്നു? ഇങ്ങോട്ട്